ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പരിസരത്ത് നടക്കുന്ന നബിദിനാഘോഷ പരിപാടിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടോ ഷെയർ ആക്കുന്നത്. ഇവിടുത്തെ നബിദിനാഘോഷം എല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ് കേട്ടോ. എൻ്റെ ചെറുപ്പം മുതൽ, അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ വർഷവും ഇവിടെ പരിപാടി നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷമായാൽ ഈ ഒരു സമയമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം ഞങ്ങൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണിത്. അപ്പോൾ വർഷത്തിലൊരിക്കലാണ് കേട്ടോ നമ്മൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക. കെട്ടിച്ചു പോയവരും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കണ്ടുമുട്ടി അവരുടെ സൗഹൃദം പുതുക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളുടെ മക്കളൊക്കെ ഇവിടുത്തെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അവർക്ക് പാട്ട്, പ്രസംഗം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. ഈ ഒരു ദിവസമാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം ചെറിയ മക്കൾ മുതൽ വലിയ മക്കൾ വരെ ഇവിടുത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹന സമ്മാനം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മക്കൾക്ക് അതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ സച്ചൊക്കെ ഇവിടെ പാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ വന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ച തിരിഞ്ഞ് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് പകർത്തിയിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫുഡ് കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ തരാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് ഇവിടുന്ന് ഫുഡും കൊടുക്കാറുണ്ട്. ബിരിയാണിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് അവരവിടെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നെയ്ബേഴ്സ് തന്നെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പരിപാടി നടത്തി പിന്നെ ഒരുപാട് പേര് സഹായിക്കാറുണ്ട് കേട്ടോ. പണം കൊണ്ട് സഹായിക്കുന്നവരുണ്ട്, ശരീരം കൊണ്ട് സഹായിക്കുന്നവരുണ്ട്, പിന്നെ ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത് സഹായിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിനുള്ള ബർക്കത്ത് കൊടുക്കട്ടെ പടച്ചോന്. അടുത്ത വർഷം ഇതുപോലെ ചെയ്യാനുള്ള തൗഫീക്കും ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ ഇതാ മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ ഇവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ മുന്നിലായിട്ട് ഞങ്ങളെ അടുത്ത വീട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ ഒരുമിച്ച് പോവുകയാണ്. വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ അയൽവാസികളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സദസ്സിലേക്ക് പോവുകയാണ്. പിന്നെ സദസ്സിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ഒരു പ്രാവശ്യം കാണണമെന്നില്ലല്ലോ. അപ്പോൾ ചിലരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് വലിയ അസുഖം പിടിച്ച് കിടപ്പിലായവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഈ ഒരു സദസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കൂടിയിട്ട് ആമയും പറയാൻ പറ്റിയ വലിയ കാര്യമല്ലേ. അപ്പോൾ ഏതായാലും ഇതാ ഞങ്ങൾ അങ്ങനെ സദസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിറാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിറാത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മുഖ്യപ്രഭാഷണം, അതുപോലെ തന്നെ ഫ്ലവർ ഷോ, ദഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീണ്ടു നിൽക്കും ഈ ഒരു പരിപാടി. അപ്പോൾ ഇത് അവസാനിക്കണമെങ്കിൽ ഏകദേശം 2 മണി ആ ഒരു സമയമാവും കേട്ടോ. എല്ലാതും കഴിഞ്ഞ് വരുമ്പോൾ, സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു സമയം ആവാറുണ്ട്. മുഅ്മിനാത്തുകളെ, വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, നമ്മുടെ കൂടലും പിരിയലുമൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള ഒരു സൽപ്രവർത്തനമായി അസ്സലാമു അലൈക്കും. ഇതാണെന്നാലോ ചൊവ്വേ പറയാമോ ഇതെന്ത് ഹലോ വദനം ചൂട് ചോര നിറഞ്ഞ അലൈക്കും. സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചരിയോ ചന്ദന ഗന്ധമിലമ്പവന് അന്ത്യപ്രവാചകരോ. സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചരിയോ ചന്ദനഗന്ധമിലമ്പവനേകിയ അന്ത്യപ്രവാചകരോ. ആരാണൻ കനവിൽ വന്ന് പുഞ്ചിരി തൂകിയത് തൂവെള്ളി ഭാസാൻ അവരുടെ വചനം പാലക്. മദീന എന്നൊരു നാളുണ്ട്, അവിടെ
ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബരമദഹിൻ മൊഴികൾ ആദരത്താൽ പാടി നാനായി തീരത്ത് അണയണം നബിയുടെ ചാരത്ത് ആ നബിയോര നടന്ന മദീനത്ത്. ആദ്യമായി ബിസ്മില്ല അരുളുന്നു ഹംദുലില്ല അഹ്മദേ നബിയോരിൽ സലാവത്തുല്ലാഹ്. ആദ്യമായി ബിസ്മില്ല അരുളുന്നു ഹംദുലില്ല അഹ്മദേ നബിയോരിൽ സലാവത്തുല്ലാഹ്. ആലുൻ നബിയിലല്ലാഹ് അസ്ഹാബിമാരിലെല്ലാം അരുളേണം സ്വലാവാത്തും തസ്ലീമുല്ലാഹ്. ആദ്യമായി ബിസ്മില്ല അരുളുന്നു ഹംദുലില്ല അഹ്മദേ നബിയോരിൽ സലാവത്തുല്ലാഹ്. ആലുൻ നബിയിലല്ലാഹ് അസ്ഹാബിമാരിലെല്ലാം അരുളേണം സ്വലാവാത്തും തസ്ലീമുല്ലാഹ്. വേദിയിൽ നിരന്നുള്ള നേതാക്കളെ നഗരിയിൽ നിറഞ്ഞുള്ള ശ്രോതാക്കളെ വേദിയിൽ നിരന്നുള്ള നേതാക്കളെ നഗരിയിൽ നിറഞ്ഞുള്ള ശ്രോതാക്കളെ മുഹമ്മദ് നബി ജന്മസൂദിനെ മാറി നല്ല മോഹബത്തുള്ള ഉമ്മത്തിനെ സ്വാഗതബോധുന്നേ. മുഹമ്മദ് നബി ജന്മസൂദിനെ മാറി നല്ല മോഹബത്തുള്ള ഉമ്മത്തിനെ സ്വാഗതബോധുന്നേ. ആദ്യമായി ബിസ്മില്ല അരുളുന്നു ഹംദുലില്ല അഹ്മദേ നബിയോരിൽ സലാവത്തുല്ലാഹ്. ആലുൻ നബിയിലല്ലാഹ് അസ്ഹാബിമാരിലെല്ലാം അരുളേണം സ്വലാവാത്തും തസ്ലീമുല്ലാഹ്. നിറമല്ലേ അജ്വാത്തപ്പിൽ നൂറല്ലേ ആലംബമേ ഉയിലം ഉദാ. അടുത്തത് സയാൻ വി കെ. ഒഴിവാക്കുമോ ഭയക്കുന്നേ. ഒരു രാത്രി പോലും ഉറങ്ങുന്നതില്ല ഒരു മാതിഹാം ഫക്കീറല്ലേ. ഒരു വിലാൻ മഴയിൽ
സുബഹി വരും നേരം കൽബുണരും നേരം കൽബുണരും നേരം ലോകമെങ്ങും വാഴ്ത്തിടുന്നു അഹദവന്റെ നാമം ലോകമെങ്ങും വാഴ്ത്തിടുന്നു അഹദവന്റെ നാമം പങ്കു കേൾക്കും നേരം വബിഹംദി അഹദി വബിഹംദി സ്വമദി വബിഹംദി വാഹിദി وبحمدي أهدي وبحمدي دم دم تنا دم دم تنا دم دم تننا دم دم تنا دم دم تنا دم دم تننا دم تننا دم تننا دم دم تننا دم تننا دم تننا دم دم تننا വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സവാദിൽ മാറിടാ വള്ളൽ നബി മഹമൂദർ ഹൗദിന്ന് വെള്ളം കുടിക്കുന്നു നാരിടാ ഷഫീഉല്ല കാവൽ വെച്ചുള്ള സമരമിൽ വന്ന് ചേരിടാ ഖൈറുൽ വറാ നബിയാർ കൂടത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ വന്ന് വിലക്കോടെ വെള്ളം കൂടിച്ചാട്ടെ തുമ്പിക്ക് മാമാകം പൊട്ടിയുളവട്ടെ ഉറിയ വാക്കിനെ കേട്ട് വേടിപ്പെട്ട് സംസരിക സരിക പമകരി പരി മകരിക തകും തക കൊണ്ടാണി സംഘാടകൻ ഫൈസൽ സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. നവാസ് സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. ഷാഹിൻ പി ജാദുല്ല പി ഷാഹിൻ നാളെ ഫാദിൽ പി ഫാദില് സിയാസാണ് അംദാൻ ഇജാസ് സിയാസ് ഇജാസ് സയാൻ പി കെ അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടി ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സച്ചുവിനൊക്കെ സമ്മാനം കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പൊലിവാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.